കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ ഇന്ത്യക്കാരും കണ്ട ഒരു ചിത്രമാണിത് എന്ന് പറയുന്നത്. മുംബൈ ഭീകരാക്രമണം അങ്ങനെ മറക്കുന്നതൊന്നുമല്ല മലയാളികൾ ഇന്ത്യക്കാരും ഒക്കെ നമ്മളെല്ലാം ഈ വാർത്തകളൊക്കെ കണ്ടിരുന്ന ആളാണ്. ഇതുപോലുള്ളൊരു വാർത്ത കാണാൻ നേരത്തെ ഇപ്പോൾ റാണ എന്ന് പറഞ്ഞ വ്യക്തിയെ ഭീകരനെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കുന്നു, നയതന്ത്ര വിജയമാണ് ഇന്ത്യയുടെ, ഇതൊക്കെ കാണാൻ നേരം നമ്മൾ ഓർക്കേണ്ട കുറച്ച് മോഹങ്ങളുണ്ട്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ മേജർ, അതുപോലെ തന്നെ മനീഷ് എന്ന് പറഞ്ഞ കമാൻഡോ, പുള്ളിക്കാരനൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയാണ്. അവരുടെ ആരോഗ്യമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ജീവനാണ് മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലുള്ള ആൾക്കാർ കൊടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, നമ്മളൊക്കെ സ്വസ്ഥമായി ജീവിക്കാൻ വേണ്ടി ഒരാൾ അവരുടെ ജീവൻ നൽകി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നമ്മൾ ഇന്ന് ആസ്വദിക്കുന്ന എല്ലാ തരത്തിലുള്ള അവകാശങ്ങൾക്കും അവരുടെയൊക്കെ ജീവൻ്റെ വിലയുണ്ട് എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടത് ഇതുപോലുള്ള വാർത്തകളൊക്കെ വരുമ്പോഴാണ്. ഇപ്പം അമേരിക്കയിൽ നിന്നും ഇപ്പം ഇറാനെ ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. ഇനി കൂടുതൽ കാര്യങ്ങളൊക്കെ ഗവൺമെൻറ് നോക്കുന്നുണ്ട്. എപ്പോഴും നമ്മുടെ ഒരു സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനം നമ്മുടെ സെക്യൂരിറ്റിയാണ്. ഇതിപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞു. നമ്മളൊക്കെ ജീവിക്കുന്ന കേരളത്തിലാണെങ്കിൽ പോലും ഒരു 10 വർഷത്തിനപ്പുറം ഈ റാണയെ പോലുള്ള ആൾക്കാരെ, ഭീകരതയൊക്കെ നമ്മുടെ കേരളത്തിലെ ചില ആൾക്കാർ വിപ്ലവ പോരാളി എന്നുള്ള രീതിയിലൊക്കെ ആഘോഷിക്കും എന്നുള്ളതാണ്. ഇതിന് ഞാൻ പറയാനുള്ള കാരണം, കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ കോഴിക്കോട് ഒരു സമരം നടക്കുന്നുണ്ട്. ഇവർ ഉയർത്തി കാണിക്കുന്നത് ഭീകരരായിട്ടുള്ളവരുടെ ചിത്രങ്ങളാണ്. നമ്മുടെ നാട്ടിൽ എത്രയോ വീരന്മാരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാളികളുണ്ട്. ഇവരുടെയൊക്കെ ചിത്രം നിങ്ങൾക്ക് യൂസ് ചെയ്യാനേ ഉള്ളൂ. കേന്ദ്ര സർക്കാരിനെതിരെ നിങ്ങൾക്ക് സമരം ചെയ്യാം, എന്താ കുഴപ്പം? തീർച്ചയായിട്ടും സമരം ചെയ്യാം. പക്ഷെ അതിന് ഉയർത്തി കാണിക്കുന്ന ചിത്രം എന്ന് പറയുന്നത് സത്യത്തിൽ നിങ്ങൾക്ക് ഉൾട്ടയടിക്കത്തേ ഉള്ളൂ. ആൾക്കാർക്കിടയിൽ നിങ്ങൾക്കെതിരെയുള്ള വിശ്വാസം നഷ്ടപ്പെടത്തേ ഉള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഭയം തോന്നത്തേ ഉള്ളൂ. അത്തരത്തിലുള്ള സമരം ഒക്കെ നമ്മുടെ നാട്ടിൽ നടത്താൻ നേരത്ത് ഞാൻ ഇപ്പോഴും പറയുന്നില്ലേ, ഇപ്പം NIA ഇപ്പം മുഖം കാണിക്കാൻ തിരിച്ചു നിർത്തിയിരിക്കുന്ന ഈ ഭീകരനെയൊക്കെ ഒരു കാലത്ത് നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർ ആഘോഷിക്കുന്ന രീതിയിലേക്ക്, അവരുടെ ചിത്രം ഉയർത്തി കാണിക്കുന്ന രീതിയിലേക്ക് വരും. അതുപോലെ നമ്മുടെ നാട്ടിൽ കണ്ടല്ലേ ചില ആഘോഷങ്ങൾക്കിടയിൽ ആനപ്പുറത്ത് ഹമാസിൻ്റെയൊക്കെ ഭീകരതയുടെയൊക്കെ ചിത്രമാണ് ഉയർത്തി കാണിക്കുന്നത്. ഹമാസ് എന്നൊക്കെ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പാകിസ്ഥാൻ, നമുക്ക് എങ്ങനെയിട്ട് പണിയാം എന്ന് ആലോചിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്ത് പാകിസ്ഥാൻ്റെ കാശ്മീരിൽ ഭീകര സംഘടനകളോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ നീങ്ങുന്ന ഒരു സംഘടന കൂടിയാണ് ഹമാസ്. അതുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലുള്ള സംഘടനയൊക്കെ നമ്മളെ നാട്ടിൽ ആനപ്പുറത്തൊക്കെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കിടയിൽ ഇതുപോലുള്ള ഒരു അജണ്ട കൂടി വരുന്നുണ്ട്. അപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയും നമ്മൾ ഇന്ന് കാണുന്ന എല്ലാ തരത്തിലുള്ള സേഫ്റ്റിക്ക് വേണ്ടിയൊക്കെ ജീവൻ നൽകി ഇതൊക്കെ കാത്തു സൂക്ഷിക്കുന്ന കുറേ മനുഷ്യരുണ്ട്, സന്ദീപിനെ പോലുള്ള ആൾക്കാർ. നമ്മളെല്ലാവരും ഇതുപോലെയൊക്കെ ആഘോഷിക്കാൻ നിൽക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് സന്ദീപിനെ പോലുള്ള ഉദ്യോഗസ്ഥരാണ്, മേജറിനെയൊക്കെയാണ്, അല്ലെങ്കിൽ മനീഷിനെ പോലെ അവരുടെ ആരോഗ്യം നൽകിയ മനുഷ്യരെയൊക്കെയാണ്. എപ്പോഴും ഇതുപോലുള്ള ആക്രമണങ്ങളൊന്നും ഒരു ജനത്തിനും അത്ര സുഖകരമായിട്ടുള്ള ഓർമ്മയൊന്നുമല്ല നൽകുന്നത്. ഇതുപോലുള്ള കാര്യങ്ങൾ കാണാൻ നേരത്ത് നമുക്ക് തന്നെ വല്ലാത്തൊരു അവസ്ഥ തോന്നും. ഇപ്പം ഇന്ത്യ ഇപ്പോൾ ഈ വ്യക്തിയെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഈ ഭീകരനുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഗവൺമെൻറ് മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ നാളെ ഇതുപോലുള്ള ആൾക്കാരൊക്കെ വിപ്ലവ പോരാളികൾ എന്നുള്ള രീതിയിലൊക്കെ അറിയപ്പെടും എന്ന് 100% ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് നമ്മൾ അടുത്ത കാലത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരളം ഇപ്പം പലർക്കും എന്തും കാണിക്കാൻ പറ്റുന്നൊരു സ്പേസായി മാറിയിട്ടുണ്ട്. എന്തും കാണിക്കാം. ഞാൻ പറഞ്ഞില്ലേ, രണ്ട് സൈഡിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ വർഗീയവാദവും ഭീകരവാദവും രണ്ടാണ്. ഇപ്പോൾ രണ്ടിനും തുല്യമായിട്ട് നമ്മൾ ചേർത്ത് വെച്ചിട്ട് കാര്യമില്ല. ഭീകരവാദം വേറെ, അത് വേറെ സംഭവമാണ്. അതുപോലെ തന്നെ വർഗീയവാദം വേറെ. വർഗീയവാദത്തെ നമുക്ക് ബാലറ്റിലൂടെ പുറത്താക്കാം, പക്ഷെ അങ്ങനെയല്ല ഭീകരവാദത്തെ. അപ്പോൾ അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. കാരണം സന്ദീപ് ഉണ്ണികൃഷ്ണനെ പോലുള്ള ആൾക്കാർ അവർക്ക് ജീവിച്ചിരിക്കുകയായിരുന്നു നമ്മളെ എല്ലാവരെയും പോലെ. പക്ഷെ അവർ ലൈഫ് കൊടുത്തത് ഈ നാടായിട്ട് നിലനിൽക്കാൻ വേണ്ടിയാണ്. ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് സേഫ്റ്റിയോടെ സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ സന്ദീപ് ഉണ്ണികൃഷ്ണന് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ ഒപ്പം സുഖമായിട്ട് ജീവിക്കാമായിരുന്നു. ഇതൊക്കെ നമ്മൾ പലപ്പോഴും മറക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചു കേരളത്തിലാണ് ഈ ഭീകരന്മാരുടെയൊക്കെ ചിത്രം ഉയർത്തി കാണിക്കുന്നത്. എന്തായാലും രണ്ടും വിഷയമാണ് കേട്ടോ, നമ്മൾ പറയാതിരിക്കാൻ പറ്റത്തില്ല. രണ്ടും വിഷയമാണ്, നമ്മൾ തള്ളിക്കളയേണ്ടതായിട്ടുണ്ട്. കൂടുതൽ ആൾക്കാർ നമ്മൾ ജസ്റ്റ് ഇത് കാണുന്നവർ, ജസ്റ്റ് സന്ദീപ് കൃഷ്ണനെ എങ്കിലും ഓർക്കുന്നവർ, അല്ലെങ്കിൽ മനീഷിനെ പോലുള്ള ആൾക്ക് ഓർക്കുന്നവർ ഈ ഒരു സമയത്ത് ഇന്ത്യയുടെ ഈ നയതന്ത്ര വിജയം നമ്മൾ കാണുന്നുണ്ട്. ശരിയാണ്, നല്ല കാര്യമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ചെയ്തിരിക്കുന്നത്. ഒരു കാരണവശാലും ഭീകരതയ്ക്കെതിരെ മുട്ടുകുത്താൻ പാടില്ല ഇന്ത്യ. നമ്മളിനിയും നമ്മുടെ പൗരന്മാർക്ക് സേഫ്റ്റി ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഭീകരത ഇല്ലാതാകേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുന്ന കാര്യം പരിഗണിക്കാം. നന്ദി.